നമുക്കിനിയിപ്പോൾ ഡോക്യുമെൻറ്റ്സിൻ്റെ കാര്യം സംസാരിക്കാം. അപ്പോൾ റെൻറ്റിന് കൊടുക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് നമുക്ക് വേണ്ടത്, എങ്ങനെയാണ് നമ്മൾ എഗ്രിമെൻറ്റ് ചെയ്യേണ്ടത്, എഗ്രിമെൻറ്റിൽ എന്തൊക്കെ നമ്മൾ എഴുതണം, സ്റ്റാമ്പ് ഡ്യൂട്ടി, സ്റ്റാമ്പ് പേപ്പർ, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് എഗ്രിമെൻറ്റ് യു ക്യാൻ റിവ്യൂ ഇറ്റ് ആൻഡ് യു ക്യാൻ സെൽ ഇറ്റ് ആൻഡ് സെൻഡ് ഇറ്റ് ബാക്ക് ടു അസ്. അപ്പോൾ ഞങ്ങളത് ടെനൻറ്റിനെ കൊണ്ട് സൈൻ ചെയ്യിച്ച് ഒരു കോപ്പി വിത്ത് യു ആൻഡ് ഒരു കോപ്പി വിത്ത് ദ ടെനൻറ്റ് ആൻഡ് 1 കോപ്പി വി വിൽ കീപ് വിത്ത് അസ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പിന്നെ മെയിൻ്റെനൻസിൻ്റെ കാര്യങ്ങളും നമ്മൾ പല പല വെൻഡേഴ്സിനായിട്ട് ഞങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ ഏൽപ്പിച്ചു എന്ന് വിചാരിച്ചു, ആ അപ്പാർട്ട്മെൻറ്റ് എന്തെങ്കിലും മെയിൻ്റെനൻസ് നിങ്ങൾ ചെയ്യണം, നിങ്ങളിവിടെ ഇല്ല, യു ആർ നോട്ട് ഹിയർ, പക്ഷെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി അത് കോർഡിനേറ്റ് ചെയ്ത് ഞങ്ങളത് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ടെനൻറ്റ് മൂവ് ഔട്ട് ചെയ്യാനുള്ള ടൈമായി, ആഫ്റ്റർ 11 months ടെനൻറ്റ് മൂവ് ഔട്ട് ചെയ്യാനുള്ള ടൈം ആകുമ്പോൾ ഒരു 9 months ആകുമ്പോൾ വി വിൽ വിസിറ്റ് ദി അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിന് മുൻപും നിങ്ങൾ തരുന്ന സമയത്ത് ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടാവും, സെക്കൻഡ് ടൈമും ഞങ്ങൾ വിസിറ്റ് ചെയ്യും. അവരെ ബുദ്ധിമുട്ടിക്കാതെ ഒരു അപ്പോയിൻമെൻറ്റ് എടുത്ത് ഞങ്ങൾ വിസിറ്റ് ചെയ്യും. വി വിൽ ഇൻസ്പെക്ട് ദി അപ്പാർട്ട്മെൻറ്റ്, അതിനെങ്ങനെയാണ് അത് കൊടുത്തിരിക്കുന്നത്, എങ്ങനെയാണ് എന്തെങ്കിലും അതിന് മെയിൻ്റെനൻസ് ചെയ്യാനുണ്ടോ, ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ വി വിൽ ഇൻഫോം യു ആൻഡ് വി വിൽ കോർഡിനേറ്റ് ആൻഡ് വി വിൽ ഗെറ്റ് ഇറ്റ് ഡൺ. അത് ഒരു നെക്സ്റ്റ് നല്ല ഒരു ടെനൻറ്റിനെ ഞങ്ങൾ കണ്ടുപിടിച്ച് അത് വീണ്ടും ഞങ്ങൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞങ്ങൾ അതിനെ കംപ്ലീറ്റ്ലി ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും.